അടുത്ത കാലത്ത് ഒരു സിനിമ കൊണ്ട് വലിയ തോതിൽ ഹേറ്റ് ക്യാമ്പയിൻ നേരിടേണ്ടി വരുന്ന നടനായി മാറിയിരിക്കുകയാണ് പൃഥ്വിരാജ്. എമ്പുരാൻ എന്ന സിനിമയ്ക്ക് ശേഷം പൃഥ്വിരാജിന്റെ പോസ്റ്റുകൾക്ക് വരുന്ന കമന്റുകൾ പലരെ അമ്പരപ്പിക്കും. ഒരു സിനിമ കാരണം പൃഥ്വിരാജിന് ഇതുവരെയുള്ള നേട്ടങ്ങളെയും പ്രയത്നങ്ങളെയും തള്ളിക്കളയുകയാണ് പലരും അഭിപ്രായപ്പെടുന്നു. പൃഥ്വിരാജിന്റെ പുതിയ പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. പള്ളിച്ചട്ടമ്പി എന്ന ടൊവിനോ തോമസ് ചിത്രത്തിൽ പൃഥ്വിരാജ് കാമിയ റോളിൽ എത്തുന്നുണ്ട്. പട്ടേലർ കുഞ്ഞമ്പു നമ്പ്യാർ എന്ന തന്റെ കഥാപാത്രത്തിന്റെ പോസ്റ്റർ പൃഥ്വിരാജ് പങ്കുവച്ചു. നിരവധി ഹേറ്റ് കമന്റുകൾ പോസ്റ്റിന് താഴെ വന്നു. ഹിന്ദുവിന് വില്ലനായി കാണിക്കുന്നു എന്നാണ് ഒരു കമന്റ്. വില്ലന്റെ ലുക്ക് പോരാ, മസിൽ ആർട്ടിഫിഷ്യലായി തോന്നുന്നു, ഓവർ ആക്ടിങ് എന്നിങ്ങനെ നിരവധി കമന്റുകളുണ്ട്. രാജപ്പൻ എല്ലാ പടത്തിലും ഒരേ അഭിനയം, മസിലും വലിച്ച് തോക്ക് പിടിച്ചിരുന്നാലും കാര്യമില്ല രാജപ്പ, മുഖത്ത് അഭിനയം വരണം, അച്ഛൻ അഭിനയിച്ച സിനിമകൾ കണ്ടാൽ അഭിനയം എന്താണെന്ന് നിനക്ക് മനസ്സിലാകും എന്നിങ്ങനെ പലതരത്തിലുള്ള കമന്റുകളുണ്ട്. അതേസമയം ചിലത് പള്ളിച്ചട്ടമ്പിലെ ഇഷ്ടപ്പെടാത്തുള്ള കമന്റുകളാണ്. ലാസ്റ്റ് സീനിൽ അമ്പലപ്പറമ്പിലെ നാടക നടൻ ഈ കഥാപാത്രം എയറിൽ പൊക്കാൻ സാധ്യതയുണ്ട് എന്നിങ്ങനെയായിരുന്നു ആ കമന്റുകൾ. മോളിവുഡിലെ നല്ല രീതിയിൽ പി ആർ വർക്കുള്ള നടന്മാരിൽ ഒരാളാണ് പൃഥ്വിരാജ്. എന്നാൽ പി ആർ വർക്ക് കൊണ്ട് ഈ ഹേറ്റ് ക്യാമ്പയിൻ മറികടക്കാനാവില്ലെന്ന് വ്യക്തമാണ്. എമ്പുരാന് ശേഷമാണ് ഈ സാഹചര്യം വ്യക്തമായത്. എമ്പുരാനിൽ പിന്നിൽ ശരിക്കും എന്താണ് സംഭവിച്ചെന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അറിയാവുന്ന ആളാണ് പൃഥ്വിരാജ്. ഇത്രയും സെൻസിറ്റീവായ വിഷയം സിനിമയാക്കിയെടുക്കുമ്പോൾ, അത് ഇത്രയും കോടി മുടക്കി മലയാളത്തിൽ ഏറ്റവും വലിയ സൂപ്പർ താരത്തെ വെച്ച് ചെയ്യുമ്പോൾ എന്തായിരിക്കും പൃഥ്വിരാജ് മുന്നിൽ കണ്ടതെന്ന ചോദ്യം പ്രേക്ഷകർക്കുമുണ്ട്. വിവാദങ്ങളിൽ വ്യക്തമായി മറുപടി നൽകാനും പൃഥ്വിരാജ് തയ്യാറായില്ല. വിവാദം പൃഥ്വിരാജിനെ മാനസികമായി ബാധിച്ചുവെന്ന് നടന്റെ അമ്മ മല്ലിക സുകുമാരന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. എമ്പുരാന്റെ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ, തിരക്കഥാകൃത്ത് മുരളി ഗോപി, നായകൻ മോഹൻലാൽ, സംവിധായകൻ പൃഥ്വിരാജ് എന്നിവർ ഒന്നിച്ചുള്ള വിശദീകരണ പ്രസ്താവന വരുമെന്ന് താൻ പ്രതീക്ഷിച്ചിരുന്നു, എന്നാൽ അതുണ്ടായില്ലെന്നും മല്ലിക സുകുമാരൻ പറഞ്ഞു.